Hi students, welcome to Learning. നമ്മളെന്ന 9ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റ് ആയ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് എന്ന പാഠഭാഗത്തിലെ പേജ് 80ലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു ചോദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ 3 ചോദ്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. 2, 3, 4. ആദ്യം രണ്ടാമത്തെ ചോദ്യം വായിക്കാം. രണ്ടാമത്തെ ചോദ്യം, if the sides of a rectangle are decreased by 1 meter, its area would be 741 square meters. If increased by 1 meter, it would be 861 square meters. What is the area of the rectangle? What is its perimeter? What are the length of its sides? ചോദ്യം മനസ്സിലായോ? ഒരു റെക്ടാങ്കിളിന്റെ ചതുരത്തിന്റെ വശങ്ങൾ ഓരോ മീറ്റർ കുറച്ചപ്പോൾ ഏരിയ എന്തായി? 741 സ്ക്വയർ മീറ്റർ ആയി. വശങ്ങള് ഓരോ മീറ്റർ കൂട്ടിയപ്പോൾ ഏരിയ എന്തായി? 861 സ്ക്വയർ മീറ്റേഴ്സ് ആയി. അങ്ങനെയെങ്കിൽ റെക്ടാങ്കിളിന്റെ ഏരിയ എത്ര? പരപ്പളവ് എത്ര? വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ? ചുറ്റളവ് എത്ര? വശങ്ങളുടെ നീളം എത്ര? നമുക്ക് ചിത്രം വരച്ച് ചെയ്യാം. ഇതാണ് ഒറിജിനൽ റെക്ടാങ്കിൾ. ഈ റെക്ടാങ്കിളിന്റെ വശങ്ങള് നമുക്ക് എക്സ് എന്നും വൈ എന്നും എടുക്കാം. എക്സ്, ലെങ്ത് എക്സ്, ബ്രെഡ്ത്ത് വൈ. പിന്നെ എന്താ, വശങ്ങൾ ഓരോ മീറ്റർ കുറച്ചപ്പോൾ എക്സിന്ന് ലെങ്ത് വൈസും ബ്രെഡ്ത്ത് വൈസും ഓരോ മീറ്റർ കുറയ്ക്കുകയാണ്. നമുക്ക് ഇതിങ്ങനെ കുറയ്ക്കുന്നു. ഇവിടെ 1 മീറ്റർ, ഇവിടെ ലെങ്തിൽ നിന്ന് കുറച്ച്, ഇനി ബ്രെഡ്ത്തിൽ നിന്ന് കുറയ്ക്കണം. ഇതാണ് നമ്മുടെ ഇപ്പൊ കിട്ടിയ റെക്ടാങ്കിൾ. ഇതിന്റെ ഇവിടം തൊട്ട് ഇവിടം വരെ എക്സ്. അപ്പൊ ഈ ലെങ്ത് എത്ര? എക്സിൽ നിന്ന് 1 കുറയുന്നു. ഈ ബ്രെഡ്ത്ത് എത്ര? y-1. അപ്പൊ ഏരിയ തന്നിട്ടുണ്ട് 741. അപ്പം ഇനി മറ്റേ ചിത്രം കൂടെ വരച്ചിട്ട് ചെയ്യാം. ഓരോ വശവും ഓരോ മീറ്റർ കൂടുമ്പോൾ, അപ്പൊ ഇതിൽ ഇങ്ങോട്ട് കൂടുകയാണ് ചെയ്യുന്നത്. 1 മീറ്റർ കൂടുന്നു. ഒരു മീറ്റർ കൂടുന്നു. ഇവിടെ ഒന്ന് കുറയുന്നു. അപ്പം ഇവിടെയും കൂടും അല്ലേ? ഈ പുറത്തുള്ള റെക്ടാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും എത്രയായിരിക്കും? x+1ഉം എത്ര? y+1. ഇവിടെ 1, ഇത് y. അപ്പൊ ഇത് എത്ര? y+1. ഇത് x1. അപ്പൊ എത്ര? x+4. ഇനി നമുക്ക് തന്നിരിക്കുന്ന വിവരം അനുസരിച്ച് ഇക്വേഷൻ എഴുതാം. അപ്പൊ നമ്മള് ചിത്രം വരച്ച് ഇനി നമുക്ക് തന്നിരിക്കുന്ന വിവരം അനുസരിച്ച് ഏരിയ എഴുതാം. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് നമുക്ക് എന്തായിട്ട് എടുക്കാം? ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ബി എക്സ് ആൻഡ് വൈ. B x and y. When the sides decreased by 1 meter, area becomes 741 meters square. According to that, we can write the equation x-1 into y-1. x-1 into y-1 equals 741. Open the bracket. xy minus y minus x. അത് x എഴുതാം. minus x minus y plus 1 equals 741. Equation number 1. ഇനി ഇൻക്രീസ് ചെയ്യുമ്പോൾ എത്ര? when the sides increased by 1 meter, area becomes, area എത്രയായിട്ട് മാറും? 861.
ഇൻക്രീസ് ചെയ്യുന്നത് ആ ഔട്ടർ റെക്റ്റാങ്കിൾ ആണ്, പുറത്തുള്ളതാണ്. ഏരിയ ബിക്കംസ് 861 മീറ്റർ സ്ക്വയർ. ഇത് വെച്ചിട്ട് നമുക്ക് ഏരിയ എഴുതാം. ഏരിയ ഈക്വൽസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് x+1 ഇൻറ്റു y+1. y+1 ഈക്വൽസ് 861. ഇത് ഓപ്പൺ ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും xy plus x plus y plus 1 equals 861, ഇക്വേഷൻ നമ്പർ 2. ഇനി ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. രണ്ട് ഇക്വേഷൻ ഇപ്പുറത്തോട്ട് എടുത്ത് എഴുതി നമുക്കിനി ആഡ് ചെയ്യാം. 1 + 2 xy plus xy 2xy പ്ലസ് എക്സ് മൈനസ് എക്സും കട്ടായി പോവും, പ്ലസ് വൈ മൈനസ് വൈയും കട്ടായി പോവും, 0 ആവും. +1 + 1 +2 ഈക്വൽസ് എത്ര വരും? 2 10 16 1602. 2xy plus 2 equals 2xy plus 2 equals 1602. ഈ 2ന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 2xy equals 1602 minus 2 equals 1600. 2xy 1600 ആണെങ്കിൽ xy എത്ര? ഡിവൈഡിങ് ബൈ 2. xy equals 1600 by 2 equals 800. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? xy equals 800 എന്ന് കിട്ടി. xy എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിന്റെ ആൻസറായി എന്താണ്? ഏരിയ. ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ഈക്വൽസ് 800. ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ 800 മീറ്റർ സ്ക്വയർ. ഫസ്റ്റ് പാർട്ട് ആയി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് ഇക്വേഷന് ഒന്നുകൂടെ എടുത്ത് എഴുതിയിട്ടുണ്ട്, അത് രണ്ടും സബ്ട്രാക്ട് ചെയ്യണം. എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. അപ്പം 2 - 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അതാ നോക്കിക്കേ, ഇത് മൈനസ്, ഇതെന്താവും? പ്ലസ് ആവും, ഇത് പ്ലസ്, ഇത് മൈനസ് ആവും, ഇത് മൈനസ് ആവും. അപ്പൊ ഇതങ്ങ് കട്ട് ചെയ്ത് പോവും. x + x 2x, y + y 2y, ഇതും കട്ട് ചെയ്ത് പോവും. എത്ര വരും? 1 - 1 0, 6 - 4 2, 8 - 7 1. 2x plus 2y equals 120 എന്ന് കിട്ടും. ഇതിൽ നിന്ന് ഒരു 2 കോമൺ ഫാക്ടർ എടുക്കുക. 2 into x plus y is equal to 120. ഇതല്ലേ പെരിമീറ്റർ എന്ന് പറയുന്നത്. 2 into l plus b is പെരിമീറ്റർ. Therefore സെക്കൻഡ് പാർട്ട് ആണ്, പെരിമീറ്റർ ഈക്വൽസ് 120 മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ പാർട്ടാണ്. മൂന്നാമത്തെ പാർട്ടിൽ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയുണ്ട്? x + y ഉണ്ട്. ഇതിൽ നിന്ന് x + y കിട്ടത്തില്ലേ? 2 into x + y is equal to 120. Therefore x + y is equal to 120 by 2 equals 60. അപ്പൊ നമുക്ക് x + y ഉണ്ട്, xy ഉണ്ട്. x + y is equal to 60. ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതാം. ഇനി നമുക്ക് x - y കൂടെ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്ത് എക്സും വൈയും കണ്ടുപിടിക്കാം. ഈ x - y നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? x - y whole square is equal to x plus y whole square minus 4xy. നിങ്ങളത് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ x plus y നമുക്കുണ്ട് അല്ലേ? 60 whole square minus 4 into xy എത്രയായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്? എത്ര കിട്ടിയിരുന്നത്? 800 അല്ലേ? അപ്പം 6 6 36 3600 minus 3200 എത്ര കിട്ടും? 400 എന്ന് കിട്ടും അല്ലേ? x - y whole square 400 ആണെങ്കിൽ x - y is equal to √400 equals 20. അപ്പൊ നമുക്ക് x - y is equal to
20 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 4. ഇനി 3ഉം 4ഉം സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സും കിട്ടും വൈയും കിട്ടും. ഞാനിവിടെ എന്താണ് ഇങ്ങോട്ട് മാറ്റി എഴുതുകയാണ്. 3ഉം 4ഉം. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 60, എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 20. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതങ്ങ് കട്ടുക. എക്സ് പ്ലസ് എക്സ് 2x 80 എന്ന് കിട്ടും. 2x ഈക്വൽസ് 80 എന്ന് കിട്ടും. അപ്പോൾ എക്സ് എത്ര? എക്സ് ഇസ് ഈക്വൽ ടു 80/2 ഈക്വൽസ് 40. എക്സ് 40 ആണെങ്കിൽ വൈ എത്രയാ? രണ്ടും കൂടി 60 അല്ലേ? ഇവിടെ എഴുതാം. therefore y is equal to 60 minus 40. 60 ന്ന് 40 പോയ എത്ര? 20 ഈക്വൽസ് 20. അപ്പം നമുക്ക് എന്ത് കിട്ടി? ലെങ്തും ബ്രെഡ്ത്തും കിട്ടി. ലെങ്ത് ബ്രെഡ്ത്തും കിട്ടി. L is equal to 40, B is equal to 20. ഇവിടെ തന്നെ ഷോർട്ടായിട്ട് എഴുതാം. L is equal to 40, B is equal to 20. ഓക്കെ, രണ്ടും മീറ്റർ ആണ്. മീറ്റർ എന്ന് എഴുതാം. മീറ്റർ. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ചോദ്യം. നമ്മൾ മൂന്നാമത്തെ ചോദ്യമായിരിക്കും ചെയ്യുന്നത്. മൂന്നാമത്തെ ചോദ്യം. When each of the two numbers are increased by 1. രണ്ട് നമ്പർ ഉണ്ട്, അത് ഓരോന്നും വീതം കൂടുകയാണെങ്കിൽ പ്രോഡക്റ്റ് ബിക്കം 1275. അതെന്റെ ഗുണനഫലം 1271 ആയിരിക്കും. When each is decreased by 1. ഒന്ന് കുറഞ്ഞാൽ അതിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? അതിന്റെ ഗുണനഫലം 1131. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്? സംഖ്യകളുടെ ഗുണനഫലം എത്ര? വാട്ട് ഈസ് ദെയർ സം? അവയുടെ തുക എത്ര? വാട്ട് ആർ ദ നമ്പേഴ്സ്? സംഖ്യകൾ ഏവ? നമുക്ക് ഓരോന്നായിട്ട് നേരത്തെ ചെയ്ത അതുപോലെ തന്നെയുള്ള ചോദ്യം. ലെറ്റ് ദ നമ്പേഴ്സ് ബി എക്സ് ആൻഡ് വൈ. ലെറ്റ് ദ നമ്പേഴ്സ് ബി എക്സ് ആൻഡ് വൈ. അപ്പൊ ഒന്ന് കൂടുമ്പോൾ അതിന്റെ പ്രോഡക്റ്റ്, അപ്പം ഒന്ന് കൂടുമ്പോൾ എന്ന് വരുമ്പോൾ നമ്പേഴ്സ് എന്താവും? എക്സ് പ്ലസ് 1ഉം വൈ പ്ലസ് 1ഉം. അപ്പൊ ഇതിന്റെ പ്രോഡക്റ്റ് എന്താണ്? പ്രോഡക്റ്റ് എത്രയെന്ന് പറയുന്നുണ്ട്? 1271. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കറിയാമല്ലോ, എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ 1271. ഇക്വേഷൻ നമ്പർ 1. ഇനി ഇതുപോലെ കുറയുകയാണെങ്കിൽ നമ്മൾ എക്സ് മൈനസ് 1 ആവും, വൈ മൈനസ് 1 അല്ലേ? കുറയുമ്പോൾ അതിന്റെ പ്രോഡക്റ്റ് y minus 1 equals 1131. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1 ഈക്വൽ 1131. ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സും വൈ ഒക്കെ കിട്ടാൻ നമുക്ക് 1ഉം 2ഉം ഇക്വേഷൻ പ്രത്യേകിച്ചെടുത്ത് സോൾവ് ചെയ്യാം. രണ്ട് ഇക്വേഷനും എടുത്ത് പുറത്തോട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് ആഡ് ചെയ്യാം. 1 + 2 എക്സ് വൈ 2xy കിട്ടും. ഇത് പ്ലസ് മൈനസ് ആകുമ്പോൾ 0 ആവും. ഇതും കട്ട് ചെയ്ത് പോവും. പിന്നെന്ത് കിട്ടും? 1 + 1 2 ഈക്വൽസ് 2 10 2 3 4 1 1 2 2402. 2xy plus y 2 is equal to 2402. Therefore 2xy is equal to 2 നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 2402 minus 2 equal 2400. 2xy 2400 ആണെങ്കിൽ xy is equal to 2400/2 equals 1200. ഈ xy എന്ന് പറയുന്നതല്ലേ പ്രോഡക്റ്റ്. അപ്പൊ ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ ആയി. ഒന്നാമത്തെ ആൻസർ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്. പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഈക്വൽസ് 1200. അപ്പൊ നമുക്ക് ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ ആയി പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഈക്വൽസ് 1200. ഇനി ഇതിന്റെ സം ആണ് കാണേണ്ടത്. നമുക്ക് ഇത് സബ്ട്രാക്ട് ചെയ്യാം. രണ്ട് ഇക്വേഷനും എടുത്ത് എഴുതിയിട്ടുണ്ട്. നമുക്കിത് സബ്ട്രാക്ട് ചെയ്യാം. 1 - 2
അപ്പൊ ഇതും കട്ടാവും. ഇത് മൈനസ് പ്ലസ് എക്സ്, ഇത് മൈനസ് എന്നുള്ളത് പ്ലസ് ആവും. അപ്പം ഇത് മൈനസ്, ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് മൈനസ് ആവും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ചേഞ്ച് സൈൻ ആൻഡ് ആഡ് എന്നാണ് റൂള്. അപ്പോൾ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ മൈനസ് ബിക്കം പ്ലസ് ആൻഡ് പ്ലസ് ബിക്കം മൈനസ്. ഇത് കട്ടായി പോവും. എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് 2y ഈക്വൽസ് 0. 7 മൈനസ് 3 4, 2 മൈനസ് 1 140 എന്ന് കിട്ടും. 2x പ്ലസ് 2y ഇസ് ഈക്വൽ ടു 140. ഇന്ന് 2 കോമൺ ഫാക്ടർ എടുത്താൽ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 140. അപ്പൊ എക്സ് പ്ലസ് വൈ കിട്ടത്തില്ലേ? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 140 ബൈ 2 ഈക്വൽ 70. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് സം ഓഫ് ദ നമ്പേഴ്സ് അല്ലേ? അതെ. അപ്പൊ രണ്ടാമത്തെ ആൻസർ ആയി സം ഓഫ് ദ നമ്പേഴ്സ് ഈക്വൽസ് 70. ഇനി നമുക്ക് മൂന്നാമത്തെ പാർട്ട്, വാട്ട് ആർ ദ നമ്പേഴ്സ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യണം. ഇനി നമുക്ക് മൂന്നാമത്തെ പാർട്ട്, അതിന് എക്സ് മൈനസ് വൈ വേണം. അപ്പൊ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 4xy. പുറത്തോട്ട് എഴുതാം. എക്സ് പ്ലസ് വൈ എത്ര? 70 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ് വൈ എത്ര? 1200 ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ എത്ര കിട്ടും? 70 4900 മൈനസ് 4000 1248 800. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഈക്വൽസ് 100 എന്ന് കിട്ടും. അപ്പൊ എക്സ് മൈനസ് വൈ എത്ര? എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 100 ഈക്വൽസ് 10 എന്ന് കിട്ടും. നമുക്ക് എന്താ കിട്ടി? എക്സ് മൈനസ് വൈ 10 എന്ന് കിട്ടി. ഇനി ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ മതി. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 70, എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 10. ഇത് കട്ട് ചെയ്ത് പോകും. ആഡ് ചെയ്യുമ്പോൾ 2x ഇസ് ഈക്വൽ ടു 80, എക്സ് ഇസ് ഈക്വൽ ടു 80 ബൈ 2 ഈക്വൽസ് 40. എക്സ് 40 ആണ്, വൈ എത്ര? 70 മൈനസ് 40. Therefore y is equal to 70 minus 40. Therefore y is equal to 70 minus 40 equals 30. Direct ആയിട്ട് എഴുതാം. y is equal to 30. അങ്ങനെ കിട്ടിയത് മനസ്സിലായി. 70 minus 40 30. അങ്ങനെ നമുക്ക് നമ്പേഴ്സ് കിട്ടി. എന്തൊക്കെ കിട്ടി? numbers 40 and 30. Okay, numbers കിട്ടി. numbers 40 and 30. Okay, അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഇനി ഒരെണ്ണം ചോദ്യം കൂടെ ഉണ്ട്. നാലാമത്തെ ചോദ്യം, the product of two odd numbers just after each of two odd numbers is 285. The product of the odd numbers just before each is 165. What are the numbers? അതായത് ഓഡ് നമ്പേഴ്സ് ഡിഫർ ബൈ 2. 1 3 5 7 അങ്ങനെ രണ്ട് വ്യത്യാസം. അപ്പൊ നമ്പേഴ്സ് എക്സും വൈ എന്ന് എടുക്കുകയാണെങ്കിൽ the odd numbers be x and y. അപ്പം രണ്ട് നമ്പർ, ടു ഓഡ് നമ്പേഴ്സ് ജസ്റ്റ് ആഫ്റ്റർ ഈച്ച് ആൻഡ് ബിഫോർ. എന്താണ്? ആഫ്റ്ററും ബിഫോറും ആണ്. അപ്പോൾ രണ്ടല്ലേ വ്യത്യാസം. അപ്പം എന്താണ്? ആഫ്റ്റർ ആകുമ്പം എക്സ് പ്ലസ് 2ഉം വൈ പ്ലസ് 2ഉം വരും അല്ലേ? അപ്പൊ അതിന്റെ പ്രോഡക്റ്റ് ആണ് വന്നിരിക്കുന്നത് 285. എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2 ഇസ് ഈക്വൽ ടു 285. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പം എക്സ് വൈ പ്ലസ് 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2y പ്ലസ് 2 ഇൻറ്റു 2 4 ഈക്വൽസ് 285. എക്സ് വൈ പ്ലസ് ഇതിന് 2 കോമൺ ഫാക്ടർ എടുക്കുക. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 4 ഈക്വൽസ് 285. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കിടക്കട്ടെ, നമുക്ക് സോൾവ് ചെയ്യാനുള്ളതല്ലേ. അങ്ങനെ തന്നെ കിടക്കട്ടെ. ഈ 4 അപ്പുറത്ത് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നാൽ മതി. ഇങ്ങനെ മതി. ഇക്വേഷൻ നമ്പർ
1. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരിക്കും? ജസ്റ്റ് ബിഫോർ വരുമ്പോൾ എക്സ് മൈനസ് ടുവും വൈ മൈനസ് ടുവും വരും അല്ലേ? അതിൻ്റെ പ്രോഡക്റ്റ് എക്സ് മൈനസ് ടു ഇൻറ്റു വൈ മൈനസ് ടു ഈക്വൽസ് 165. ബ്രാക്കറ്റ് അപ്പുറത്തോട്ടങ്ങ് എഴുതാം. എക്സ് മൈനസ് ടു ഇൻറ്റു വൈ മൈനസ് ടു ഈക്വൽസ് 165. Open the bracket. xy minus 2 x in minus 2x minus 2y minus plus 4 equals 165. Equation number 2. ഈ രണ്ട് ഇക്വേഷനും നമുക്ക് സോൾവ് ചെയ്യാം. രണ്ട് ഇക്വേഷനെ എടുത്ത് എഴുതിയിട്ടുണ്ട്, നമുക്ക് ആഡ് ചെയ്യാം. 1 plus 2 എന്ത് കിട്ടും? 2xy ഇത് കട്ടാവും, ഇത് കട്ടാവും. 8 ഈക്വൽസ് 10 8 14 15 2 3 4 450 കിട്ടും അല്ലേ? 2xy, therefore 2xy is equal to 8 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 450 minus 8 equals 442. Therefore xy is equal to 442 by 2 221. നമുക്ക് xy കിട്ടി. xy is equal to 221. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് സബ്ട്രാക്ട് ചെയ്യണം. ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യണം. എല്ലാം ഒരേപോലെ തന്നെയാണ് മെത്തേഡ്. ഇത് സബ്ട്രാക്ട് ചെയ്യുന്നതിന് രണ്ട് ഇക്വേഷൻ ഇവിടെ എടുത്ത് എഴുതി. 1 മൈനസ് 2. അപ്പോൾ ഇത് മൈനസ്, ഇത് പ്ലസ് ആവും, ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും, മൈനസ് ആവും. അപ്പോൾ ഇതും കട്ടാവും. 2x plus 2x 4x plus 4y ഈക്വൽസ് 0 2 1 120 എന്ന് കിട്ടും. 4 ഇൻറ്റു 4 കോമൺ ഫാക്ടർ എടുക്കുക. 4 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 120. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ത് കിട്ടും? 120 by 4 ഈക്വൽസ് 30. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 30 എന്ന് കിട്ടി. മൂന്നാമത്തെ ഇക്വേഷനായിട്ട് എഴുതാം. ഇനി നമുക്ക് എക്സ് മൈനസ് വൈ ആണ് കാണണം. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy എന്ന് കിട്ടും. ഈക്വൽസ് എക്സ് പ്ലസ് വൈ എത്ര? 30. 30 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ് എത്ര? 221 ആയിട്ട് അല്ലേ? 221. നമുക്ക് പുറത്തോട്ടം എഴുതാം. ഓക്കെ, അപ്പം 30 സ്ക്വയർ എത്ര വരും? 900 മൈനസ് 221 ഇൻറ്റു 4 എത്ര കിട്ടും? 1488 അല്ലേ? 144 248 884 എന്ന് കിട്ടും. ഇവിടെ എത്ര കിട്ടും? 60 എന്ന് കിട്ടും. 900 884 16. Therefore x minus y is equal to root of 16. x minus y is equal to 4 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 4. ഇനി 3ഉം 4ഉം സോൾവ് ചെയ്താൽ മതിയാവും. 3 എന്താണ്? x plus y is equal to 30. x minus y is equal to 4. ആഡ് ചെയ്യാം. ഇക്വേഷൻ 3 ഇത് 4. 3 plus 4 ഇട്ട് മാറ്റാം. 3 plus 4 അപ്പോൾ എത്ര? 2x രണ്ടും കട്ടാവും. 34. x is equal to 34 by 2 17 എന്ന് കിട്ടും. x 17 എന്ന് കിട്ടി. അപ്പോൾ y എത്രയായിരിക്കും? 2 കൂടെ 30. y is equal to 30 minus 17 equals 30 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 17 and 13. നമ്പേഴ്സ് 17 and 13. ഓക്കെ, ഇതാണ് ചോദ്യം.
കാണുന്നുണ്ടോ? ഇല്ലല്ലേ. ഞാൻ ഇപ്പം കുറച്ചുകൂടെ മുകളിലോട്ട് എഴുതാം. നമ്പേഴ്സ് 17,13. ഓക്കെ, നമ്പേഴ്സ് 17ഉം 13ഉമാണ് കിട്ടിയത്. അപ്പം ഈ എക്സസൈസിൽ എല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.